Hi students, welcome back to data mining classes. We are now moving to module 3. Module 3 classification and prediction, that is the main topic. Classification and prediction in data mining. അതിനെ കുറിച്ചിട്ടാണ് module 3 നമ്മൾ മൊത്തമായിട്ട് നോക്കുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് മെത്തേഡ്സുകളൊക്കെ ഉണ്ടായിരിക്കും. അതെങ്ങനെ ചെയ്യുന്നു, അതിന് യൂസ് ചെയ്യുന്ന അൽഗോരിതംസ് ലൈക്ക് ദാറ്റ് വി ആർ ഗോയിങ് ഓൺ. There are two forms of data analysis that can be used to extract models describing important classes or predict future data trends. These two forms are known as classification and prediction. We are using classification and prediction to extract a model. നമ്മൾ ഒരു ഡാറ്റ സെറ്റ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഒരു ഡാറ്റ ക്ലാസ്സസ് ഒക്കെ സെറ്റ് നമ്മുടെ ഡാറ്റയെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മോഡൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ബൈ യൂസിങ് ക്ലാസിഫിക്കേഷൻ വി ആർ ക്രിയേറ്റിംഗ് മോഡൽസ് ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി ആർ പ്രെഡിക്റ്റിംഗ് ബൈ യൂസിങ് ദാറ്റ് മോഡൽ ടു പ്രൊഡിക്ട് ഫ്യൂച്ചർ ഡാറ്റ ട്രെൻഡ്സ്. അതാണ് ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രഡിക്ഷൻ. അതിൽ വരുന്ന മെത്തേഡ്സുകളിൽ ക്ലാസിഫിക്കേഷൻ അണ്ടറിൽ വരുന്നത് ഡിസിഷൻ ട്രീ ഇൻഡക്ഷൻ, ബയസിയൻ ക്ലാസിഫിക്കേഷൻ, റൂൾ ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ന്യൂറൽ നെറ്റ്വർക്ക്. ദെൻ പ്രഡിക്ഷന്റെ അണ്ടറിൽ വരുന്നത് നമ്മുടെ നോർമൽ ലീനിയർ റിഗ്രഷൻ, നോൺ ലീനിയർ റിഗ്രഷൻ ആൻഡ് ലോജിസ്റ്റിക് റിഗ്രഷൻ. ഈ മെത്തേഡുകളൊക്കെയാണ് ഇനി നമ്മൾ കമ്മിങ് വീഡിയോസിലൊക്കെ ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ വി ആർ ഫസ്റ്റ് മൂവിംഗ് ടു ഡിസിഷൻ ട്രീ ഇൻഡക്ഷൻ. വാട്ട് ഈസ് ഡിസിഷൻ ട്രീ ഇൻഡക്ഷൻ? എ ഡിസിഷൻ ട്രീ ഇസ് എ സ്ട്രക്ചർ ദാറ്റ് ഇൻക്ലൂഡ്സ് എ റൂട്ട് നോഡ്. നമുക്കറിയാമല്ലേ, ഒരു ട്രീ എന്താണെന്ന് നമുക്കറിയാം. അതുപോലെയുള്ളൊരു ട്രീ കൺസെപ്റ്റ് ഡാറ്റ സ്ട്രക്ചറിലൊക്കെ നമ്മൾ പഠിക്കുന്ന ട്രീയുടെ അതേ ഒരു കൺസെപ്റ്റിൽ നമ്മൾ ട്രീ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇറ്റ് ഇൻക്ലൂഡ്സ് എ റൂട്ട് നോഡ്, ബ്രാഞ്ചസ് ആൻഡ് ലീഫ് നോഡ്. ഈച്ച് ഇന്റേണൽ നോഡ്സ് ഡിനോട്ട്സ് എ ടെസ്റ്റ് ഓൺ ആൻ ആട്രിബ്യൂട്ട്. അപ്പൊ നമ്മുടെ കയ്യിലുണ്ടായിരിക്കുക ഡാറ്റാ സെറ്റുകളായിരിക്കും. ഡാറ്റാ സെറ്റുകളിൽ ഓരോ കോളം ബേസിൽ നമുക്ക് ഓരോ ആട്രിബ്യൂട്ട്സിന് തന്നിട്ടുണ്ടായിരിക്കാം. ഇതിപ്പം വെയിറ്റ് ആയിരിക്കാം, ഇത് ഹൈറ്റ്, ലൈക്ക് ദാറ്റ് നമുക്ക് ഓരോ ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും. ആ ആട്രിബ്യൂട്ട്സിന്റെ ബേസിലാണ് നമ്മൾ ഈ ഒരു ട്രീ ക്രിയേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പൊ നമുക്കൊരു റൂട്ട് നോഡ് ഉണ്ടായിരിക്കും, പിന്നെ ബ്രാഞ്ചസ് ആയിട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ വന്ന് ഈ ലീഫ് നോഡിലേക്ക് നമ്മൾ എത്തും. അപ്പോൾ ഈ ലീഫ് നോഡ് ആക്ച്വലി ദ റിസൾട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുക. അപ്പൊ ഇൻ ബിറ്റ്വീൻ ഉള്ള ബ്രാഞ്ചസ്, ദ ഇന്റേണൽ നോഡ്സ്, ഈ ഒരു നോഡ്സ് എന്ന് പറഞ്ഞാൽ അതൊരു ടെസ്റ്റ് ഓഫ് ആൻ ആട്രിബ്യൂട്ട്സ്, ടെസ്റ്റ് ഓൺ ആൻ ആട്രിബ്യൂട്ട് ആയിരിക്കും. ഈ ഒരു ആട്രിബ്യൂട്ടിന്റെ എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് നമ്മൾ രണ്ട് ബ്രാഞ്ചസ് ആയിട്ട് അതിനെ ബ്രാഞ്ച് ചെയ്ത് പോവുമായിരിക്കും ചെയ്യാം. ഓക്കെ, ആൻഡ് ഈച്ച് ലീഫ് നോഡ് ഹോൾഡ്സ് എ ക്ലാസ് ലേബൽ. ആ ഒരു കറക്റ്റ് ലേബൽ, ഇത് യെസ് ഓർ നോ എന്നുള്ള ആ ഒരു കറക്റ്റ് ഒരു ഇൻഡിക്കേഷൻ വരുന്നത് ലീഫ് നോഡിലായിരിക്കും. ഓക്കെ, സോ ദ ടോപ്പ് മോസ്റ്റ് നോഡ് ഇൻ ദ ട്രീ ഇസ് ദ റൂട്ട് നോഡ്. നമ്മൾ എവിടെ നിന്നാണോ നമ്മൾ ആ ഒരു ഡിസിഷൻ ട്രീ ഇൻഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് റൂട്ട് നോഡ് എന്നായിരിക്കും, ടോപ്പ് മോസ്റ്റ് നോഡ് എന്നായിരിക്കും. അപ്പൊ നമ്മൾക്ക് അതിന്റെ ബെനിഫിറ്റ് ചോദിച്ചാൽ ഇറ്റ് ഡസ് നോട്ട് റിക്വയർ എനി ഡൊമൈൻ നോളജ്. നമുക്ക് അതിന്റെ ഡൊമൈനിന്റെ ഫുൾ നോളജ്, അതിനെ കുറിച്ചിട്ട് അത് എങ്ങനെയാണ് വാല്യൂസ് ആ ഡാറ്റ സെറ്റിൽ പോകുന്നത് അങ്ങനെ കൂടുതൽ പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആട്രിബ്യൂട്ട്സിനെ ബേസ് ചെയ്ത് ഇങ്ങനെ വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ബ്രാഞ്ചസും നോട്ട്സും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇറ്റ് ഈസ് ഈസി ടു കോംപ്രഹെൻഡ്. നമുക്ക് ഈസിയാണ് മനസ്സിലാക്കാനും അത് വെച്ചിട്ട് മോഡൽ ക്രിയേറ്റ് ചെയ്യാനും. ദ ലേണിംഗ് ആൻഡ് ക്ലാസിഫിക്കേഷൻ സ്റ്റെപ്സ് ഓഫ് എ ഡിസിഷൻ ട്രീ ആർ സിമ്പിൾ ആൻഡ് ഫാസ്റ്റ്. നമുക്കത് മനസ്സിലാക്കാനും അതിന്റെ ക്ലാസിഫിക്കേഷൻ സ്റ്റെപ്സ് ഒക്കെ സിമ്പിൾ ആണ്, അത് കാരണം കൊണ്ട് തന്നെ ഫാസ്റ്റും ആണ്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഇപ്പൊ ഇവിടെ വരുന്നത് ജസ്റ്റ് ആൻ എക്സാമ്പിൾ. ഇപ്പൊ നമ്മളൊരു ഏജ് ബേസിൽ ഇൻകം, ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ആട്രിബ്യൂട്ട്സ് ഏജ്, ഇൻകം, സ്റ്റുഡന്റ്, ക്രെഡിറ്റ് റേറ്റിംഗ്, ബൈസ് കമ്പ്യൂട്ടർ, അഥവാ നമ്മുടെ കമ്പ്യൂട്ടർ ബൈ ചെയ്യാൻ, നമ്മൾ കമ്പ്യൂട്ടർ മേടിക്കാൻ, ഇതെല്ലാം നമ്മൾക്ക് റിലേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന ബേസിൽ ഒരു സ്റ്റഡി നടത്തണമെന്ന് വിചാരിക്കാം. ഏജ് ഉണ്ട്, ഒരാളുടെ ഇൻകം ഉണ്ട്, അയാൾ സ്റ്റുഡന്റ് ആണോ, അയാളുടെ ക്രെഡിറ്റ് റേറ്റിംഗ്, എത്ര ക്രെഡിറ്റ് കാർഡിലൊക്കെ എത്ര റേറ്റിംഗ് വരുന്നുണ്ട്, അത് വെച്ചിട്ട് അയാൾ കമ്പ്യൂട്ടർ മേടിക്കാനുള്ള ആ ഒരു പ്രോബബിലിറ്റി ഓർ അതിന്റെ ചാൻസ്, നോ ഓർ യെസ്. അപ്പൊ അതിന്റെ ബേസിൽ നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ ഡിസിഷൻ ട്രീ വരിക. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏജിലായിരിക്കും. അപ്പൊ ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 3 ഓപ്ഷൻസ് ആണ് ഏജിൽ വന്നിരിക്കുന്നത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30 to 40 ആൻഡ് ഗ്രേറ്റർ ദാൻ 40. അപ്പോൾ ഏജ് ഗ്രേറ്റർ ദാൻ 40 ആയിട്ടുള്ള. അപ്പൊ നമ്മൾ അതിൽ നിന്ന് ഇനി നമ്മൾ അടുത്ത ആട്രിബ്യൂട്ടിലേക്ക് വരികയാണ്. ഇപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ അതിന്റെ വാല്യൂസ് നോക്കുമ്പോൾ, അപ്പൊ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30 ഉള്ളത് നോക്കുമ്പോൾ ഇവിടെ അപ്പൊ നമ്മൾക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഏജ് വെച്ച് മാത്രം നമ്മൾ കമ്പ്യൂട്ടർ ബൈ ചെയ്യുന്നവരുടെ ലിസ്റ്റ് എടുക്കുമ്പോൾ യെസും വരുന്നുണ്ട്, നോയും വരുന്നുണ്ട്. അപ്പൊ നമ്മൾ അടുത്ത ആട്രിബ്യൂട്ടിനെ നോക്കും, എങ്ങനെയാണ് നമ്മൾ അതിനൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. ഇപ്പൊ ഇൻ ബിറ്റ്വീൻ 31 to 40 എടുക്കുകയാണെങ്കിൽ ഇപ്പൊ നോക്കൂ, ഇവിടെ 31 to 40 ഇത് യെസ് ആണ്, ഇവിടെ 31 to 40 അതും യെസ് ആണ്, ഇവിടെ
31 to 40, 31 to 40 അവിടെയും യെസ് ആണ്. ദാറ്റ് മീൻസ് നമ്മുടെ ഏജ് 31 to 40 ആണെങ്കിൽ നമുക്ക് അവിടെ തന്നെ യെസ് ദ പോസിറ്റീവ് ഫാക്ടർ കിട്ടി. പിന്നെ നമുക്ക് അത് വീണ്ടും ബ്രാഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആ ഒരു കാറ്റഗറി അവിടെ നിർത്തി. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 30 നോക്കുമ്പോൾ യെസും നോയും വരുന്നുണ്ട്. നിങ്ങൾക്ക് ടേബിൾ നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ നമ്മൾ അടുത്ത ക്രൈറ്റീരിയ മേ ബി ഇൻകം ഓർ സ്റ്റുഡൻസ് ആ ഒരു ക്രൈറ്റീരിയയിലേക്ക് നമ്മൾ പോകും. ഇവിടെ ഗ്രേറ്റർ ദാൻ 40 ആവുമ്പോൾ യെസ് നോ വരുന്നത് കാരണം നമ്മൾ അടുത്ത റേറ്റിംഗിലേക്ക് പോകും. അപ്പൊ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ഈ ഒരു ഏജ് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ ആക്ച്വലി ഇൻകം ഉണ്ട്, സ്റ്റുഡന്റ് ഉണ്ട്, ക്രെഡിറ്റ് റേറ്റിംഗ് ഉണ്ട്, എല്ലാം ഉണ്ടല്ലോ. ഈ 3 ഉണ്ട്. അപ്പൊ അതില് ഇന്റർമീഡിയറ്റ് ആയിട്ട് ഏത് ആട്രിബ്യൂട്ടിനെ നമ്മൾ സെലക്ട് ചെയ്യണം, അവിടെയാണ് നമുക്ക് കുറച്ച് കാൽക്കുലേഷൻ വരുന്നത്. അപ്പൊ നമ്മൾക്ക് ഏജ് കഴിഞ്ഞിട്ട് നമ്മൾ എന്തുകൊണ്ട് ഇൻകം സെലക്ട് ചെയ്തില്ല, അവിടെ സ്റ്റുഡന്റിനെ വെച്ചു. അത് നമ്മൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് കാൽക്കുലേഷൻസ് വരുന്നുണ്ട്. നമ്മളത് നോക്കാൻ പോവാണ് വഴിയെ. അപ്പൊ നമുക്ക് കുറച്ച് പോയിന്റ്സ് നോക്കാം ഡിസിഷൻ ട്രീനെ കുറിച്ചിട്ട്. ഡിസിഷൻ ട്രീ ഈസ് എ ഫ്ലോ ചാർട്ട് ട്രീ ലൈക്ക് സ്ട്രക്ചർ ദാറ്റ് ഈസ് മെയ്ഡ് ഫ്രം ട്രെയിനിങ് സെറ്റ് ടപ്പിൾസ്. നമുക്ക് ഡാറ്റ സെറ്റ് ഉണ്ടായിരിക്കും, അതിൽ ഒരുപാട് റോസ് ഉള്ള ഒരു ഡാറ്റ സെറ്റ് വെച്ചിട്ടാണ് നമ്മൾ ആ ട്രീ ഉണ്ടാക്കുന്നത്. എ ഡാറ്റ സെറ്റ് ഈസ് ബ്രോക്കൺ ഡൗൺ ഇൻ ടു സ്മോളർ സബ്സെറ്റ് ആൻഡ് ഇസ് പ്രസന്റ് ഇൻ ദ ഫോം ഓഫ് നോട്ട്സ് ഓഫ് എ ട്രീ. നമ്മൾ അതിന് ഓരോ സബ്സെറ്റ് ആക്കിയിട്ട് ആദ്യം നമുക്ക് ഹോൾ ഡാറ്റ സെറ്റിന് കിട്ടും. അതിൽ നമ്മൾ എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് അതിനെ സബ്സെറ്റിന് എടുക്കും. അതിന്റെ ബേസിലൊക്കെയാണ് നമ്മൾ ട്രീ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു റൂട്ട് നോഡ് ഉണ്ടായിരിക്കും, ഇന്റേണൽ നോഡ് ഉണ്ടായിരിക്കും, ഡിസിഷൻ നോഡ് ഉണ്ടായിരിക്കാം, ലീഫ് നോഡ് ആൻഡ് ബ്രാഞ്ചസ്. ഇത്രയും കൺസെപ്റ്റുകൾ ആ ട്രീ സ്ട്രക്ചറിൽ ഉണ്ടായിരിക്കും. ദ റൂട്ട് നോഡ് ഇസ് ദ ടോപ്പ് മോസ്റ്റ് നോഡ്. ഇറ്റ് റെപ്രസെന്റ് ദ ബെസ്റ്റ് ആട്രിബ്യൂട്ട് സെലക്ടഡ് ഫോർ ദ ക്ലാസിഫിക്കേഷൻ. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു ഒരുപാട് കാൽക്കുലേഷൻസ് വരുന്നുണ്ടെന്ന്. അതിന്റെ ബേസിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആട്രിബ്യൂട്ട് സെലക്ട് ചെയ്തിട്ട് അതായിരിക്കും റൂട്ട് നോഡ് എന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇന്റേണൽ നോഡ്സ് ഓഫ് ദ ഡിസിഷൻ നോഡ്സ് റെപ്രസെന്റ് എ ടെസ്റ്റ് ഓഫ് എൻ ആട്രിബ്യൂട്ട് ഓഫ് ദ ഡാറ്റ set. Leaf node or terminal node which represents the classification or a decision label. ലാസ്റ്റിലേക്ക് വരുന്ന ആ ഒരു യെസ് ഓർ നോ കൺസെപ്റ്റിലേക്കായിരിക്കും. റിസൾട്ട് ആയിരിക്കും ആക്ച്വലി ലീഫ് നോഡിൽ വരിക. ആ റിസൾട്ടിലേക്ക് എത്തുന്ന ആ ഒരു ഡിസിഷൻ ആട്രിബ്യൂട്ട്സ് ആയിരിക്കാം ഇന്റേണൽ നോഡ്സ് ആയിട്ട് വരാം. സോ ദ ബ്രാഞ്ചസ് ഷോസ് ദ ഔട്ട്കം ഓഫ് ദ ടെസ്റ്റ് പെർഫോംഡ്. സം ഡിസിഷൻ ട്രീ ഓൺലി ഹാവ് ബൈനറി നോഡ്സ്. ചിലപ്പോൾ ബൈനറി ട്രീ പോലെ ബൈനറി നോഡ്സ് ഉണ്ടാവുള്ളൂ. ദാറ്റ് മീൻസ് രണ്ട് റൈറ്റ് നോഡ് ലെഫ്റ്റ് നോഡ് ആ രീതിയിലായിരിക്കും പോവുക. ദാറ്റ് മീൻസ് എക്സാക്ട്ലി 2 ബ്രാഞ്ചസ് ഓഫ് എ നോഡ്. വൈൽ സം ഡിസിഷൻ ട്രീസ് ആർ നോൺ ബൈനറി. അഥവാ ഒരു റൂട്ടെന്ന് നോർമലി ബൈനറി ട്രീ ആണെങ്കിൽ ഒരു ലെഫ്റ്റ് ചൈൽഡും ഒരു റൈറ്റ് ചൈൽഡും ആണ് ഉണ്ടായിരിക്കുക. നോർമലി അങ്ങനെയാണ് വരിക. ഇൻ സം കേസസ് വി ആർ ഗെറ്റിംഗ് നോൺ ബൈനറി ഡിസിഷൻ ട്രീസ് ഓൾസോ. നൗ വി ആർ മൂവിങ് ടു നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു ആട്രിബ്യൂട്ട്സിന് ഒരുപാട് ആട്രിബ്യൂട്ട്സ് ഉണ്ടായിരിക്കും നമ്മുടെ ഡാറ്റ സെറ്റിൽ. അപ്പൊ എങ്ങനെ അത് ക്രിയേറ്റ് ചെയ്യും, എവിടുന്ന് തുടങ്ങും, ഏതൊക്കെ ആട്രിബ്യൂട്ട്സ് സെലക്ട് ചെയ്യും, വെരി ഇമ്പോർട്ടൻറ്റ്. സോ ദാറ്റ് ഈസ് ദ another point we are discussing, how to select attributes for creating a tree. The most popular method of selecting attributes are information gain and Gini index എന്ന് പറഞ്ഞ രണ്ട് കൺസെപ്റ്റിന്റെ കാൽക്കുലേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഏത് ആട്രിബ്യൂട്ടിനെ നമ്മൾ സെലക്ട് ചെയ്യണം എന്ന ഒരു ഡിസിഷനിലേക്ക് നമ്മൾ. ദ ആട്രിബ്യൂട്ട് സെലക്ഷൻ മെഷേഴ്സ് ആർ ഓൾസോ കോൾഡ് സ്പ്ലിറ്റിംഗ് റൂൾസ്. നമ്മൾ റൂൾസിനെ സ്പ്ലിറ്റ് ചെയ്യാണ് ആക്ച്വലി ചെയ്യുന്നത്. ആ വഴിക്ക് പോകണോ അല്ലെങ്കിൽ അത് വേണ്ട ഇനി വേറെ രീതി, അഥവാ സ്പ്ലിറ്റിംഗ് റൂൾസ് എന്നും അതിനെ പറയും. ടു ഡിസൈഡ് ഹൗ ദ ടപ്പിൾസ് ആർ ഗോയിങ് to split. The splitting criteria are used to best partition the data set. നമ്മളൊരു ഡാറ്റാ സെറ്റിൽ നിന്ന് ഒരു സബ്സെറ്റ് ഒക്കെ എടുക്കണമെങ്കിൽ അത് ഏത് ആട്രിബ്യൂട്ടിന്റെ ബേസിൽ എടുക്കണം എന്നതൊക്കെ നമ്മൾ ഈ സ്പ്ലിറ്റിംഗ് ക്രൈറ്റീരിയ യൂസ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടുള്ള രണ്ട് കാൽക്കുലേഷൻ ആണ് ഇൻഫർമേഷൻ ഗെയിൻ ആൻഡ് ഗിനി ഇൻഡെക്സ്. ദീസ് മെഷേഴ്സ് പ്രൊവൈഡ് എ റാങ്കിംഗ് ടു ദ ആട്രിബ്യൂട്ട്സ് ഫോർ പാർട്ടീഷനിങ് ദ ട്രെയിനിങ് ടപ്പിൾസ്. അപ്പൊ നമ്മൾ ഇനി ട്രെയിനിങ് ടപ്പിൾസിലേക്ക് അത് അപ്ലൈ ചെയ്യും. അതിനനുസരിച്ച് നമുക്ക് വാല്യൂസ് കിട്ടും. അതിന്റെ ബേസിൽ നമുക്ക് ആട്രിബ്യൂട്ട്സിനെ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാൽക്കുലേഷന്റെ ഇമ്പോർട്ടന്റ് കാൽക്കുലേഷൻ ആണ് ഇൻഫർമേഷൻ ഗെയിൻ ഓർ എൻട്രോപ്പി എന്ന് നമ്മൾ പറയും. ഇതിനെ എൻട്രോപ്പി എന്നും നമ്മൾ പറയാറുണ്ട്. ദിസ് മെത്തേഡ് ഇസ് ദ മെയിൻ മെത്തേഡ് ദാറ്റ് യൂസ്ഡ് ടു ബിൽഡ് decision trees. It reduces the information that is required to classify the tuples. നമ്മൾ ടപ്പിൾസ് ഒരുപാട് വാല്യൂസ് ഉണ്ടായിരിക്കാം. അതെല്ലാം നമ്മളൊരു ട്രീയിൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെന്നില്ല. അപ്പൊ ഏത് നമ്മൾ ഒഴിവാക്കണം, ഏതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നതൊക്കെ എൻട്രോപ്പി ബേസിൽ ഇൻഫർമേഷൻ ബേസിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ് റെഡ്യൂസസ് ദ നമ്പർ ഓഫ് ടെസ്റ്റ് ദാറ്റ് ആർ നീഡഡ് ടു ക്ലാസിഫൈ ദ ഗിവൻ ടപ്പിൾ. ദ ആട്രിബ്യൂട്ട് വിത്ത് ദ ഹയസ്റ്റ് ഇൻഫർമേഷൻ ഇസ് സെലക്ടഡ്. അപ്പൊ നമ്മൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത ഇൻഫർമേഷൻ ഗെയിൻസ് എല്ലാം നോക്കിയിട്ട് ഏത് ആട്രിബ്യൂട്ട്സ് ആണോ ഹയസ്റ്റ് ഗെയിൻ വരുന്നത് അതാണ് നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്യുക. ആ റൂട്ട് നോഡൊക്കെ ആയിട്ട് ഫസ്റ്റ് സെലക്ട് ചെയ്യുക. പിന്നെ അതിന്റെ ബേസിൽ വീണ്ടും എൻട്രോപ്പി സബ്സെറ്റ് എടുക്കേണ്ടി വരും. പിന്നെ അതിന്റെ എൻട്രോപ്പി കാൽക്കുലേറ്റും അതിലുള്ള ഇമ്പോർട്ടൻസിലുള്ള വരുന്ന ഗെയിൻ കൂടുതൽ വരുന്ന ഇത് ആദ്യം എടുക്കും. ഓക്കെ, ദ ഒറിജിനൽ information needed for classification of a tuple in the data set is
ഗിവൺ ബൈ എൻട്രോപ്പി അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണത്. എൻട്രോപ്പി ഓഫ് ദ S, that means that particular attribute, sigma of I1 to C, എത്ര അട്രിബ്യൂട്ട്സ് ഉണ്ടാവും അതൊക്കെ നമ്മൾ സെലക്ട് ചെയ്യണം. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് -pi log to പി ഐ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി. ഇപ്പൊ നമ്മളിപ്പോ ഒരു ട്രാൻസാക്ഷൻ എടുക്കുകയാണ്. അപ്പൊ ആ ട്രാൻസാക്ഷൻ ടോട്ടൽ 10 ട്രാൻസാക്ഷൻ ഉള്ളത്. നമ്മളെ അട്രിബ്യൂട്ട്സിൽ 5 ആണ് നമ്മളിപ്പം സെലക്ട് ചെയ്ത ട്രാൻസാക്ഷൻ വരുന്നെങ്കിൽ നമ്മൾ 5/10 log to 5/10 എന്ന് എഴുതും. അങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുക. പറഞ്ഞുതരാം. പോസിറ്റീവ് വാല്യൂ നെഗറ്റീവ് വാല്യൂ ഒക്കെ എടുത്ത് ചെയ്യണം. സോ വേർ ദ പി ഇസ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ tuple belongs to class C. The information is encoded in bits. നമ്മൾ ബിറ്റ്സ് വഴിയാണ് 0 or 1 ആ ലെവലിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ലോഗ് ബേസ് ടു യൂസ് ചെയ്യുന്നത്. E of S represents the average amount of information required to find out the class label of data set D. അപ്പൊ അങ്ങനെയുള്ള ഇൻഫർമേഷനെ നമ്മൾ പറയുന്ന പേരാണ് എൻട്രോപ്പി. അപ്പൊ നമ്മൾ ഓരോ ആട്രിബ്യൂട്ട്സിന്റെ എൻട്രോപ്പി കാണുക എന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. പിന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇൻഫർമേഷൻ റിക്വയർഡ് ഫോർ എക്സാക്ട് ക്ലാസിഫിക്കേഷൻ ആഫ്റ്റർ പാർട്ടീഷനിങ് ഈസ് ഗിവൺ ബൈ ദ ഫോർമുല. നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ നോക്കിയപ്പോൾ നമ്മൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 30 വന്നപ്പോൾ നമ്മൾ ആ ഒരു ഇത് സെലക്ട് ചെയ്ത് കണ്ടുപിടിച്ചു. ഇനി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 30 ബാക്കി ആട്രിബ്യൂട്ട്സുകൾ. അപ്പൊ ടി ആണ് നമ്മുടെ ഫസ്റ്റ് സെലക്ട് ചെയ്ത ആട്രിബ്യൂട്ട്. അതിന്റെ ബേസിൽ അടുത്ത ആട്രിബ്യൂട്ട്സ് വെച്ചിട്ട് നമ്മൾ വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യണം. അതിന്റെ ഒരു ഫോർമുലയാണത്. ദാറ്റ് ഈസ് സിഗ്മ ഓഫ് സി ബിലോങ്സ് ടു എക്സ് പി ഓഫ് സി ഇൻറ്റു ഇ ഓഫ് സി. അത് നമ്മൾ പ്രോബബിലിറ്റിയും എൻട്രോപ്പിയും അതിന്റെ പ്രോബബിലിറ്റി അതിന്റെ പി ഓഫ് സി അങ്ങനെ അത് കാൽക്കുലേറ്റ് ചെയ്യുന്നു. സോ ദ പി ഓഫ് സി ഇസ് വി ആർ കോളിംഗ് ഇറ്റ് ആസ് വെയിറ്റ് ഓഫ് പാർട്ടീഷൻ. ദിസ് ഇൻഫർമേഷൻ റെപ്രസെന്റ്സ് ദ ഇൻഫർമേഷൻ നീഡഡ് ടു ക്ലാസിഫൈ ദ ഡാറ്റ സെറ്റ് ഡി ഓൺ പോർഷനിങ് ബൈ എക്സ്. അപ്പൊ നമ്മൾ ഏജിൽ നിന്നും അടുത്ത ഒരു ക്രൈറ്റീരിയയിലേക്ക് നമ്മൾ എങ്ങോട്ട് പോകണം എന്നതിന്റെ ഒരു കാൽക്കുലേഷൻ ഇവിടെ കിട്ടും. അതിനുശേഷം ഇൻഫർമേഷൻ ഗെയിൻ ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഒറിജിനൽ ആൻഡ് ദ എക്സ്പെക്ടഡ് ഇൻഫർമേഷൻ ദാറ്റ് ഈസ് റിക്വയർഡ് ടു ക്ലാസിഫൈ the tuples of data set D. അങ്ങനെ നമ്മൾ ഗെയിൻ ടി നമ്മൾ പറഞ്ഞു ഒരു ഗെയിൻ ടി എക്സ് കാണണം. എന്നിട്ട് ഗെയിൻ ടി കോമ എക്സ് ദാറ്റ് ഈസ് എൻട്രോപ്പി ഓഫ് ടി മൈനസ് എൻട്രോപ്പി ഓഫ് ടി കോമ എക്സ് അത് കാണാം. നമ്മൾ ആ ഫസ്റ്റ് ഈ ഇൻഫർമേഷൻ യൂസ് ചെയ്തിട്ട് എൻട്രോപ്പി ഓഫ് ടി കാണുക, ഇത് യൂസ് ചെയ്തിട്ട് എൻട്രോപ്പി ഓഫ് ടി എക്സ് കാണുക. എന്നിട്ട് ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ നമ്മൾ ഗെയിൻ കിട്ടും. അതിന്റെ ബേസിലാണ് നമ്മൾ പിന്നെ ബാക്കിയുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന വേറൊരു കാര്യമാണ് സ്പ്ലിറ്റിങ്ങിനൊക്കെ വേണ്ടി കാൽക്കുലേറ്റ് ചെയ്യുന്ന വേറൊരു കാര്യമാണ് ഗിനി ഇൻഡെക്സ്. ഗിനി ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ആസ് എ കോസ്റ്റ് ഫംഗ്ഷൻ യൂസ്ഡ് ടു ഇവാലുവേറ്റ് സ്പ്ലിറ്റ് ഇൻ ദ ഡാറ്റാ സെറ്റ്. അതിൽ എങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകണം എന്നൊരു കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ സബ്ട്രാക്ടിംഗ് ദ സം ഓഫ് സ്ക്വയർഡ് പ്രോബബിലിറ്റി ഓഫ് ഈച്ച് ക്ലാസ് ഫ്രം 1. ഇറ്റ് ഫേവേഴ്സ് ലാർജർ പാർട്ടീഷൻ ആൻഡ് ഈസി ടു ഇംപ്ലിമെന്റ് വെറാസ് ദ ഇൻഫർമേഷൻ ഗെയിൻ ഫേവേഴ്സ് സ്മോളർ പാർട്ടീഷൻ വിത്ത് ഡിസ്റ്റിങ്ക്ട് വാല്യൂ. നമ്മൾ ഇവിടെ ഇതിന്റെ ലാർജസ്റ്റ് വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ ഒരു സെലക്ഷൻ ക്രൈറ്റീരിയയിലേക്ക് പോകുന്നത്. ഇത് ഇറ്റ് ഫേവേഴ്സ് ലാർജർ പാർട്ടീഷൻ ആൻഡ് ഈസി ടു ഇംപ്ലിമെന്റ്. ഗിനി വെച്ചിട്ടാണെങ്കിൽ നമ്മൾ ലാർജർ പാർട്ടീഷനിലേക്ക് പെട്ടെന്ന് നമുക്ക് അതിന് ഈസി സബ്സെറ്റ്സ് ഒക്കെ എടുക്കാൻ പറ്റും. അതിന്റെ പ്രോബബിലിറ്റിയുടെ സ്ക്വയർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഗിനി ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. An attribute with the low Gini index should be preferred as compared to the high Gini index. അപ്പോൾ ലോ ഗിനി ഇൻഡെക്സ് ഉള്ള ആട്രിബ്യൂട്ട്സ് നമ്മൾ ആട്രിബ്യൂട്ട് സെലക്ഷന് വരുമ്പോൾ ലോ ഗിനി ഇൻഡെക്സ് ഉള്ള ആട്രിബ്യൂട്ട്സിനെ ആയിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുക നമ്മൾ ഹൈ ഗിനി ഇൻഡെക്സിനേക്കാളും. ഓക്കെ, അപ്പൊ നമുക്ക് പാർട്ടീഷൻ ഒരു ഹൈ വാല്യൂവിന് ഒരു നല്ല രീതിയിൽ അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് കറക്റ്റ് ബ്രാഞ്ചസിലേക്ക് പോകാൻ പറ്റും. അപ്പൊ അതിന് മുന്നേ അതിന്റെ ഒരു അൽഗോരിതം പോലെ പറയുകയാണെങ്കിൽ ഒരു ഗ്രീഡി മെത്തേഡാണ്. Tree is constructed in a top-down from general to specific recursive divided and concurrent manner. Top-down മെത്തേഡിൽ ഗ്രീഡി ആയിട്ട് അതിന്റെ കൂടെ ഡിവൈഡ് ആൻഡ് കോൺകർ മാനറിലാണ് നമ്മളത് ക്രിയേറ്റ് ചെയ്യുന്നത്. At start, all the training examples are at the root. Attributes are categorial. If continuous value discretization in advance. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, നമ്മൾ കണ്ടിന്യൂസ് വാല്യൂ ഒക്കെ ആണെങ്കിൽ ഓൾറെഡി ഡിസ്ക്രിറ്റൈസേഷൻ ചെയ്തിട്ട് അത് കറക്റ്റ് ഫോർമാറ്റിലേക്ക് മാറ്റണം. എക്സാമ്പിൾസ് ആർ പാർട്ടീഷൻ റിക്കേഴ്സിവ്ലി ബേസ്ഡ് ഓൺ ദ സെലക്ടഡ് ആട്രിബ്യൂട്ട്സ്. നമ്മൾ ആട്രിബ്യൂട്ട്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സുകളും കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിന്റെ മേലിൽ അത് ചെയ്യുക. ആട്രിബ്യൂട്ട്സ് ആർ സെലക്ടഡ് ബേസ്ഡ് ഓൺ ദ ഹ്യൂറിസ്റ്റിക് ഓർ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ ലൈക്ക് ദാറ്റ് ഇൻഫർമേഷൻ ഗെയിൻ നമ്മൾ അതിനെ സെലക്ട് ചെയ്യുന്നു. അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് എപ്പോൾ സ്റ്റോപ്പ് ചെയ്യണമെന്ന് ചോദിച്ചാൽ all examples for a given node belongs to same class. അഥവാ നമ്മൾ അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ അതിന്റെ കറക്റ്റ് ഇപ്പോൾ യെസ് ഓർ നോ ആണെങ്കിൽ നമ്മൾ യെസും നോയും വരുന്ന ഒരു ലെവലിലേക്കാണെങ്കിൽ നമ്മൾ വീണ്ടും അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എപ്പോഴാണോ നമുക്ക് അതിന്റെ ഒരു യെസ് ഫാക്ടർ മാത്രം കിട്ടുന്നത് അവിടെ വരെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. നോ റിമൈനിങ് ആട്രിബ്യൂട്ട്സ് ടു സെലക്ട് ഫ്രം, അല്ലെങ്കിൽ നമ്മൾ ഇനി അങ്ങോട്ട് ഒരു ആട്രിബ്യൂട്ട്സും സെലക്ട് ചെയ്യാതിരിക്കണം.
എല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് നിർത്താം. മെജോറിറ്റി വോട്ടിംഗ് ടു ഡിറ്റർമൈൻ ക്ലാസ് ലേബിൾ ഫോർ ദ നോൺ, അഥവാ നമ്മൾ അതിന്റെ മെജോറിറ്റി വോട്ടിംഗ് അഥവാ പോസിറ്റീവ് റിസൾട്ടിനൊക്കെ നോക്കണം അതിന്റെ ക്ലാസ് ലേബിൾ ചെയ്യാൻ. പിന്നെ നോക്കുകയാണെങ്കിൽ എക്സാമ്പിൾസ് ലെഫ്റ്റ്, ഇതിൽ ഏതെങ്കിലും ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. സോ ദ ജനറൽ ഇൻഫർമേഷൻ ഓഫ് ദ ഡിസിഷൻ ട്രീ ഇൻഡക്ഷൻ അൽഗോരിതം എക്സാമ്പിൾ വെച്ച് നോക്കാം. അതാണ് എളുപ്പം നമുക്ക്. ഇവിടെ ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു എക്സാമ്പിൾ ആണ് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത്. നമുക്ക് 6 ഇൻസ്റ്റൻസ് തന്നിട്ടുണ്ട്, അഥവാ 6 ട്രാൻസാക്ഷൻ നമുക്ക് ഉണ്ടായിരിക്കും. അതിലെ ക്ലാസിഫിക്കേഷൻ അഥവാ നമ്മുടെ പോസിറ്റീവ് ഓർ നെഗറ്റീവ് അതിന്റെ ഒരു ഔട്ട്പുട്ട് ബേസ്ഡ് ആട്രിബ്യൂട്ട് ഇതാണ്. 3 പോസിറ്റീവ് ഔട്ട്പുട്ടും 3 നെഗറ്റീവ് ഔട്ട്പുട്ടാണ് വരുന്നത്. അപ്പോൾ യെസ് ഓർ നോ കൺസെപ്റ്റ് ആണ് ഇവിടെ. പിന്നെ നമ്മളുടെ ആട്രിബ്യൂട്ട്സ് A1 ഉം A2. ഇത് കാൽക്കുലേഷൻ മനസ്സിലാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും എളുപ്പത്തിലുള്ളൊരു എക്സാമ്പിൾ ആണ്. അതിന്റെ ഒരു കൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഒരു വെരി ബിഗ് എക്സാമ്പിൾ ഉണ്ട്. വി ആർ ഡിസ്കസിങ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. A1 ഉം A2. അപ്പൊ അതിൽ വരുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ ട്രൂ ഫോൾസ് ആണ്. A1 3 ട്രൂസ് ആർ ദ 3 ഫോൾസ്. ഇവിടെ ട്രൂ ഫോൾസ് ഫോൾസ് ട്രൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കേണ്ടത് അപ്പൊ 2 ആട്രിബ്യൂട്ട്സ് ആണ് നമുക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഫസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഒരു വാല്യൂസ് ഇൻഫർമേഷൻ ഗെയിൻ എൻട്രോപ്പി കണ്ടുപിടിക്കുക എന്നതാണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് A1 സെലക്ട് ചെയ്തു. A1 സെലക്ട് ചെയ്യുമ്പോൾ A1 എന്തൊക്കെ വാല്യൂസ് ഉണ്ട് അത് ആദ്യം ലിസ്റ്റ് ചെയ്യുക. ട്രൂ ഫോൾസ് എന്ന് പറഞ്ഞാൽ 2 വാല്യൂ ആണുള്ളത്. അപ്പൊ അത് രണ്ടിന്റെയും ആദ്യം A1 മാത്രം എൻട്രോപ്പി കാണണം. പിന്നെ A1 ടു ട്രൂ, പിന്നെ A1 ടു ഫോൾസ് അതിന്റെ എൻട്രോപ്പി കാണണം. എൻട്രോപ്പി ഓഫ് A1 അഥവാ ഇവിടെ എസ് നമ്മൾ സെലക്ട് ചെയ്ത ആട്രിബ്യൂട്ട്സ് A1 ആണ്. അപ്പൊ A1 നോക്കുമ്പോൾ A1 വരുന്ന മൊത്തം ഈ A1ന്റെ എല്ലാതും നോക്കുമ്പോൾ A1 നമ്മൾക്ക് ടോട്ടൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സ് അല്ലേ 6 ഇൻസ്റ്റൻസ് ആണുള്ളത്. അപ്പൊ 6 ഇൻസ്റ്റൻസിൽ 3 പോസിറ്റീവും 3 നെഗറ്റീവ് ആണുള്ളത്. അത് ആ കോമൺ ആയിട്ടുള്ളതാണ് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി അത് എൻട്രോപ്പി ഓഫ് A2 അത് തന്നെ ആയിരിക്കും. അപ്പൊ നമ്മുടെ നോർമൽ ആ സാമ്പിളിന്റെ ടോട്ടൽ എൻട്രോപ്പി അപ്പൊ അത് എത്രയാണ് 1 ആണ്. അപ്പൊ നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ നമ്മുടെ കാൽക്കുലേഷൻസ് വരിക -3 ഇവിടെ 3 അല്ലേ 3/6 log base 2 3/6 മൈനസ് അഗെയിൻ അടുത്തത് 3/6 log 2 base 2 3/6 ഇതാണ്. അപ്പൊ ശരിക്കും പോസിറ്റീവും നെഗറ്റീവും ഒരേ വാല്യൂ ആണെങ്കിൽ അപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും നമുക്ക് കിട്ടുന്ന എൻട്രോപ്പി 1 ആയിരിക്കും. അല്ലെങ്കിൽ പോസിറ്റീവ് ഇല്ല നെഗറ്റീവ് മാത്രമേ ഉള്ളൂ 0 3 അല്ലെങ്കിൽ 3 0 എന്നാണെങ്കിൽ നമ്മുടെ എൻട്രോപ്പി 0 ആയിരിക്കും കേട്ടോ. പിന്നെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇക്വേഷൻ ഇങ്ങനെയാണ്. എങ്ങനെയാണ് നമുക്ക് ഇവിടെ 1 കിട്ടിയത്? ഇവിടെ മൈനസ് ഓൾറെഡി ഇക്വേഷൻ ഉള്ളതാണ്, നമ്മൾ നേരത്തെ നോക്കി. -3/6 log 2 3/6 മൈനസ് 3/6 log 2 3/6. ഓക്കെ, ഇത് ഈ ലാസ്റ്റത്തെ 3 ഇവിടെയാണ്. ഇവിടെ ഇപ്പൊ 2 ആണെങ്കിൽ നമ്മൾ 2/6 എന്നാക്കേണ്ടിയിരുന്നു. ഓക്കെ, ഈ 6 കിട്ടുന്നത് ടോട്ടൽ എത്ര ട്രാൻസാക്ഷൻ ഉണ്ട്? 3 + 3 6. അപ്പൊ അതാണ് എൻട്രോപ്പി. അത് നമുക്ക് അങ്ങനെ എൻട്രോപ്പി 1 കിട്ടി. ഇനി നമ്മൾ സെലക്ട് ചെയ്ത A1 T ട്രൂ ആയതാണ് ഇവിടെ എൻട്രോപ്പി സെലക്ട് ചെയ്യുന്നത്. എൻട്രോപ്പി ഓഫ് S of T മീൻസ് ട്രൂ. അപ്പൊ നമ്മൾ A1 ട്രൂ വരുന്നത് മാത്രം സെലക്ട് ചെയ്യുക T. അപ്പൊ T വരുന്നത് ആകെ 3 ഉള്ളൂ. അപ്പൊ അതിൽ പോസിറ്റീവ് നെഗറ്റീവ് എത്രയാണ്? 2 പോസിറ്റീവ് ആൻഡ് 1 നെഗറ്റീവ്. അപ്പൊ 2 1. അപ്പൊ ടോട്ടൽ 3 ആണ് 2 1. അപ്പൊ നമ്മള് 2/3 log 2 2/3 മൈനസ് 1/3 log 2 1/3. അപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ ഈ ഒരു വാല്യൂ കിട്ടും. ഇനി ഫോൾസിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഫോൾസ് 3 തവണയാണ് വരുന്നത്. അതിൽ 1 പോസിറ്റീവും 2 നെഗറ്റീവ് ആണ്. അപ്പൊ 1 + 2 മൈനസ്. അപ്പൊ അതിന്റെ എൻട്രോപ്പി കാണുമ്പോൾ നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സെയിം റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത്. കാരണം നോക്കൂ, 2 ഇവിടെ 2 1 ആണ്, ഇത് 1 2 ആണ്. അപ്പൊ എല്ലാത്തിനും മൈനസ് ഒക്കെ സെയിം ആണ്. അപ്പൊ -1/3 log 2 1/3 മൈനസ് 2/3 log 2 2/3. അപ്പൊ നമുക്ക് 0.9183 കിട്ടി. അപ്പൊ നമുക്ക് എൻട്രോപ്പി 1 കിട്ടി. അതിൽ വരുന്ന 2 വാല്യൂസ് വെച്ചിട്ടുള്ള എൻട്രോപ്പി ട്രൂന്റെയും കിട്ടി ഫോൾസിന്റെയും കിട്ടി. അപ്പൊ നമ്മുടെ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അഥവാ A1ന്റെ ബേസിൽ നമ്മൾ ടോട്ടൽ സാമ്പിളിന്റെ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എൻട്രോപ്പി ഓഫ് S മൈനസ് ടോട്ടൽ ഓഫ് SV മൈനസ് S എൻട്രോപ്പി ഓഫ് SV അഥവാ നമ്മൾ രണ്ടാമത് സെലക്ട് ചെയ്യുന്ന വാല്യൂ ബേസിൽ A1 എത്ര വാല്യൂസ് ഉണ്ട്? ട്രൂവും ഫോൾസ് ഉണ്ട്. അപ്പൊ നമുക്ക് 2 ടേം ഇവിടെ വരും. അപ്പൊ എൻട്രോപ്പി ഓഫ് S മൈനസ് ട്രൂവും വരുന്നുണ്ട് ഫോൾസും വരുന്നുണ്ട്. ട്രൂവും ഫോൾസ് ആണ് നമ്മൾ നോക്കുന്നത്. ടോട്ടൽ 6ൽ ട്രൂ വരുന്നത് എത്രയാണ്? 3. അപ്പൊ നമ്മൾ അതാണ് SV/S കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ -3/6 എൻട്രോപ്പി ഓഫ് ST നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അഗെയിൻ മൈനസ് ഫോൾസ്
6ൽ എത്ര തവണയാണ് വരുന്നത്? 3 ആണ്. അപ്പൊ അതും 3/6 അല്ലേ? A1ന്റെ ഫോൾസ് വരുന്നത് 1 2 3. അപ്പൊ 3/6 എൻട്രോപ്പി ഓഫ് SF. അപ്പൊ ഇത് രണ്ടും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, ഇതും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അപ്ലൈ ചെയ്യുക. അപ്പൊ നമ്മൾക്ക് 0.0817 കിട്ടി. ഓർത്ത് വെക്കാതെ. നെക്സ്റ്റ് നമ്മൾ ഇതേപോലെ A2ന്റെയും കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ A2ന്റെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ A2ക്കും നമുക്ക് വാല്യൂ ഉള്ളത് ട്രൂ ഓർ ഫോൾസ് ആണ്. ഇവിടെയും ടോട്ടൽ എൻട്രോപ്പി, ആ സാമ്പിളിന്റെ എൻട്രോപ്പി 1 ആണ്. കാരണം 3+ and 3 നെഗറ്റീവ് നോക്കുമ്പോൾ നമ്മളെ ട്രൂ A2ല് ട്രൂ വരുന്നത് 1 2 3 4 തവണയാണ്. അപ്പൊ അതില് 2 പോസിറ്റീവ് ആൻഡ് 2 നെഗറ്റീവ്. അപ്പൊ നമ്മൾ സെയിം പോസിറ്റീവും സെയിം നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ഇക്വേഷൻ, എൻട്രോപ്പിയുടെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ 1 ആയിരിക്കും വാല്യൂ. ഇനി ഫോൾസ് നോക്കുവാണെങ്കിലും 1 നെഗറ്റീവ് ആൻഡ് 1 പോസിറ്റീവ്. അപ്പോഴും 1 + 1 നെഗറ്റീവ്, അപ്പോൾ ഇവിടെ 1 ആയിരിക്കും വാല്യൂ. അപ്പൊ നമ്മൾക്കത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 മൈനസ് ഓരോന്ന് 1 മൈനസ് ട്രൂ എത്രയാണ്? 6ല് A2ല് 4 തവണ ട്രൂ ആണ്. അപ്പോൾ 4/6 എൻട്രോപ്പി ഓഫ് S ഓഫ് ട്രൂ മൈനസ് മറ്റേത് 2/6 ആണ്. 2 തവണ മാത്രമേ ഫോൾസ് ഉള്ളൂ. സോ 2/6 എൻട്രോപ്പി ഓഫ് SF. അപ്പൊ അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടുക 0 ആയിരിക്കും. അതിന്റെ കാൽക്കുലേഷൻ വരുമ്പോൾ നമുക്ക് 0 കിട്ടി. അപ്പൊ 2 ആട്രിബ്യൂട്ട്സേ ഉള്ളൂ. അപ്പൊ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ S ഓഫ് A1 0.0817 ആണ്. S ഓഫ് A2 നമ്മുടെ ഗെയിൻ A2 എത്രയാണ്? 0.01 ആണ്. അപ്പൊ നമ്മൾ മാക്സിമം ഗെയിൻ വെച്ചിട്ടുള്ളത് ഇന്ന് തുടങ്ങും. മാക്സിമം ഗെയിൻ വെച്ച് അപ്പൊ നമ്മൾ A2 തുടങ്ങണോ A1 തുടങ്ങണോ എന്നുള്ള ഡിസിഷനാണ് നമ്മൾ പോയത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? A1 തുടങ്ങി. അപ്പൊ A1ൽ എത്ര വാല്യൂസ് ഉണ്ട്? 2 വാല്യൂ ഉണ്ട്. അപ്പൊ നമുക്ക് 2 ബ്രാഞ്ചസ് കിട്ടും. 3 വാല്യൂ ഉണ്ടെങ്കിൽ 3 ബ്രാഞ്ചസിലേക്ക് പോകേണ്ടി വരും. ട്രൂ ഫോൾസ് 2 ബ്രാഞ്ച് എടുത്തു. അപ്പൊ ഈ ട്രൂ ചെയ്യുമ്പം ട്രൂല് വരുന്ന ഏതൊക്കെ ട്രാൻസാക്ഷൻ ഇൻസ്റ്റൻസ് ആണ്? 1 2 3. അതിവിടെ നമ്മൾ മെൻഷൻ ചെയ്തു. ഫോൾസ് വരുന്നത് 4 5 6. അപ്പൊ ഇവിടെ നമ്മൾ ഈ 1 2 3 3 ഇൻസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇതെല്ലാം പോസിറ്റീവ് ആണെങ്കിൽ ആക്ച്വലി നമ്മളിവിടെ യെസ് ആണെങ്കിൽ നമ്മൾക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ആട്രിബ്യൂട്ട്സിന്റെ ആ ഒരു കറക്റ്റ് സ്പ്ലിറ്റിംഗിൽ നമ്മൾ എത്തി എന്ന് പറയാം. അല്ലെങ്കിൽ ഇവിടെ എല്ലാം ഫോൾസ് ആണെങ്കിൽ നമുക്കൊരു ഡിസിഷനിലേക്ക് എത്താം. പക്ഷെ ഇവിടെ അത് പറ്റില്ല. ഇവിടെ ഇപ്പോൾ 1 2 3 നോക്കുമ്പോൾ 2 പോസിറ്റീവും 2 നെഗറ്റീവ് ആണ്. ഇവിടെ 1 പോസിറ്റീവും 2 നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു ലെവലിൽ നമ്മൾ എത്തി. അപ്പൊ A1 കിട്ടി. A1ലേക്ക് നമ്മൾ ബ്രാഞ്ച് സെലക്ട് ചെയ്തു. ഇനി അടുത്ത ആട്രിബ്യൂട്ട്സ് കുറെ ഉണ്ടെങ്കിൽ A1ന്റെ ബേസിൽ ഒരു സബ്സെറ്റ് A1 മാത്രം വരുന്ന A1ൽ ഇപ്പൊ ട്രൂ മാത്രം വരുന്നതിന്റെ ഒരു ചെറിയ ഒരു സാമ്പിൾ സബ്സെറ്റ് എടുത്തു. പിന്നെ അതിന്റെ അടുത്ത വാല്യൂ വരുന്ന ഫോൾസ് വരുന്ന അടുത്ത സാമ്പിൾ സബ്സെറ്റ് എടുത്ത് പിന്നെ ഇതേപോലെ നമ്മൾ എൻട്രോപ്പി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യും. പക്ഷെ നമ്മൾ നമുക്ക് ഇവിടെ ബ്രാഞ്ചസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ആട്രിബ്യൂട്ട്സ് ഇനി സെലക്ട് ചെയ്യാൻ A2 മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് അടുത്തത് ഇവിടെ A2 എഴുതാം. അപ്പൊ ഈ A2ന്റെ ബേസ് നോക്കുമ്പോൾ ഇവിടെ A2 എഴുതി, ഇവിടെ A2 എഴുതി. അപ്പൊ A2ല് ട്രൂ വരുന്നത് ഏതൊക്കെയാണ്? ട്രൂ വരുന്നത് 1 2 ആണ്. ഫോൾസ് വരുന്നത് F3 അല്ലെ? 3 ആണ്. ഇനി A2ന്റെ ബേസിൽ ട്രൂ വരുന്നത് 5ഉം 6ഉം ആണ്. ഫോൾസ് വരുന്നത് 4 ആണ്. അപ്പൊ നമുക്ക് ഇനി ഇവിടെ വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും കറക്റ്റ് ലാബിൽ ചെയ്യാൻ പറ്റും. കാരണം A2ല് ട്രൂ വരുന്നത് 1ഉം 2 ആണ്. 1ഉം 2ക്കും പോസിറ്റീവ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ കറക്റ്റ് ക്ലാസ് ലാബിൽ ചെയ്യാം. ഇവിടെ ഫോൾസ് 3 ആണ് വരുന്നത്. അത് അപ്പൊ നമ്മുടെ റിസൾട്ട് ക്ലാസിഫിക്കേഷൻ റിസൾട്ട് എത്രയാണ്? നെഗറ്റീവ് ആണ്. അതുപോലെ 5ഉം 6ഉം നോക്കുമ്പോൾ A2ല് 5ഉം 6ഉം നോക്കുമ്പോൾ അത് നെഗറ്റീവ് ആണ്. ഫോൾസിൽ അവിടെ പോസിറ്റീവ് ആണ്. അപ്പൊ നമ്മൾ ആ കറക്റ്റ് ലാബലിന്റെ അവിടെ വരെ എത്തി. നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇത് വളരെ ചെറിയൊരു എക്സാമ്പിൾ ആയതുകൊണ്ടാണ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം, എങ്ങനെയായിരിക്കും ഒരു ഡിസിഷൻ ട്രീ എന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ ആണത്. അപ്പൊ നമ്മൾ ആദ്യം എവിടുന്ന് തുടങ്ങണം എന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി എൻട്രോപ്പി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് A1 തുടങ്ങി. പിന്നെ നമ്മൾക്ക് A2 മാത്രമേ ഉള്ളൂ. അതാണ് നമ്മളെ ആസ് യൂഷ്വൽ ഇത് പെട്ടെന്ന് ഇങ്ങോട്ട് ആഡ് ചെയ്തത്. അല്ലാതെ നമ്മൾക്ക് A2ഉം A3 ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ A1ന്റെ ബേസിൽ A2ഉം A3യും വീണ്ടും എൻട്രോപ്പി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് A2 ആദ്യം സെലക്ട് ചെയ്യണോ A3 ആദ്യം സെലക്ട് ചെയ്യണോ എന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.